നമസ്കാരം, അഭിലാഷ് ഏട്ടായാണ്. അപ്പോൾ ഒരു നല്ല സിനിമ കണ്ടിറങ്ങി, ഒരു കഥ പറയുന്ന നേരം അതിലെ നായകനും നായികയും പ്രൊഡ്യൂസറും അതിൽ അഭിനയിച്ചിരിക്കുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ സന്തോഷമാണ് ഇവിടെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ നായികയോട് തന്നെ ചോദിക്കാം. മോളെ നമസ്കാരം, പേരൊക്കെ ഒന്ന് പറയണേ. എൻ്റെ പേര് റോഷ്നി മധു. ഞാൻ ഈ സിനിമയുടെ നായികയാണ്. എന്തായാലും ഞാൻ കണ്ടു, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു കാവ്യമാധവനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രം. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശരിക്കും കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയൊരു സിനിമയാണ് ഈ കൊറോണ അല്ലേ. കൊറോണ വെള്ളപ്പൊക്കം ഇതൊക്കെ നടന്നപ്പോൾ കുറേ താമസിച്ചു. അപ്പോൾ ഇതൊരു സ്വപ്നം എന്തായാലും സാക്ഷാത്കരിച്ചിരിക്കുകയാണ് വനിതയിൽ വെച്ചല്ലേ സിനിമ. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുന്ന സിനിമ. പിന്നെ അതുപോലെ നമ്മുടെ നായകനുണ്ട്. എവിടെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മൂവിയാണ്. ഈ പടം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം. നല്ലൊരു മൂവിയാണ്. എല്ലാവരും ഈ പടം കാണണം. എന്നാലും നിങ്ങളെ ക്യാരക്ടർ വേറെ ലെവലായി പോയിട്ടോ. ആ കഥാപാത്രം എന്തെങ്കിലും ട്രെയിൻ ചെയ്താണോ? പറയാം ഉള്ളത് തന്നെ. കാരണം ഒരു ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഊമയായിട്ടുള്ള കഥാപാത്രമാണ്. പൊട്ടെന്ന് വിളിക്കുന്ന ആക്ഷേപമായി പോയല്ലോ. ഊമ ആ ഒരു രീതിയിലെങ്കിലും അവര് എന്തായാലും നല്ലതായിട്ട് ചെയ്തു. ആ കഥാപാത്രത്തെ അതിജീവിച്ചു. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായമാണ്, ഞങ്ങൾ കണ്ട സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ സങ്കടപ്പെട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് എന്തായാലും ഒന്ന് കണ്ണീര് അണിഞ്ഞു ഉള്ള കാര്യം പറയാലോ. അതുപോലെ അമ്മ കരഞ്ഞുകൊണ്ട് പോണ സീൻ ഞാൻ കണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും പടം കണ്ടു, ഒരു കഥ പറയുന്ന നേരം സിനിമ കണ്ടു. റായ് സിദ്ദിഖേട്ടനും കഥയിൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പോൾ നായകനായിട്ടും അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാർ പണ്ട് ചെയ്തു വെച്ച സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഉമ്മപ്പണിയുടെ പേരിൽ ജയസൂര്യേട്ടൻ ചെയ്ത കഥാപാത്രം പോലെ ജസ്റ്റ് തോന്നി. എങ്കിലും ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയം, വ്യത്യസ്തമായിട്ടുള്ള അഭിനയമാണ്. ഇതിൽ ഒരു നാഷണൽ അവാർഡിന് വരെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജൂറിക്ക് വരെ നല്ലൊരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ റോഷ്നി എന്ന നായികയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ മധുസൂദനും മാവേലിക്കാര നല്ല രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ സീമാജി നായർ, ശോഭി തിലകൻ, നമ്മുടെ അരിസ്റ്റോസ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് ഇതിനകത്ത് പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സാറേ. കാരണം ഒരു കാര്യമാണ്, പുതുമുഖങ്ങൾക്ക് ഇവര് അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. പിന്നെ വയസ്സന്മാർക്ക് ഒരു ഡയലോഗ് ഉണ്ട്. എല്ലാവരുടെയും ഇതിൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പാണ്. സാറ് പാടിയ രണ്ടുപേരും പാട്ട് ഞങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കണ്ടില്ലല്ലോ. എന്ത് പറ്റി? സ്ക്രീനിൽ കൊടുത്തില്ല. അടുത്ത ദിവസം ഇറങ്ങും, പുതിയ മോഡലിൽ ഇറങ്ങും പാട്ട്. സാർ പറഞ്ഞില്ല. അപ്പൊ രണ്ടുപേരും പാട്ട്. എനിക്കെന്റെ അമ്മു അമ്മച്ചേ, എനിക്കെന്റെ അമ്മു അമ്മച്ചേ, എനിക്കെന്റെ അമ്മു അമ്മച്ചേ, എനിക്കെന്റെ അമ്മു, എനിക്കെന്റെ അമ്മു വയറ് കത്തി പുകയിണമ്മു, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വരയിണന്തമ്മു, അമ്മച്ചേ വരയിണന്തമ്മു, എനിക്കെന്റെ അമ്മു അമ്മച്ചേ, എനിക്കെന്റെ അമ്മു, എനിക്കെന്റെ അമ്മു അമ്മച്ചേ, എനിക്കെന്റെ അമ്മു. കല്ലും മണ്ണും വാരി തിന്നാൽ വയറ് നിറയുമാ, കല്ലും മണ്ണും വാരി തിന്നാൽ വയറ് നിറയുമാ, വയറ്റുകൾ കാണാൻ പിറവിറുക്കണമ്മ, അമ്മച്ചേ പിറവിറുക്കണമ്മ, വയറ്റിനുള്ളിൽ കാടൻ കേറി പിറവിറുക്കണമ്മ, അമ്മച്ചേ പിറവിറുക്കണമ്മ, എനിക്കെന്റെ അമ്മേ അമ്മച്ചേ, എനിക്കെന്റെ അമ്മോ അമ്മച്ചേ, എനിക്കെന്റെ അമ്മോ അമ്മച്ചേ, എനിക്കെന്റെ അമ്മോ വയറ് കത്തി പുകയിടുന്ന കാശില്ലാണ്ട് വരയിണന്തമ്മോ, അമ്മച്ചേ വരയിണന്തമ്മോ. എന്തായാലും ഈ പാട്ട് ജനങ്ങളെ ഏറ്റെടുക്കുക. അതുപോലെ നല്ലൊരു പാട്ട് സാറ് പാടി. എന്തായാലും ഇനിയും നല്ല നല്ല മൂവീസ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ എത്തി. ഹരിസ സുരേഷും പിന്നെ നമ്മുടെ കൊച്ചു പ്രേമനൊക്കെ മരണപ്പെട്ടു പോയി. അല്ല, കൊച്ചു പ്രേമൻ ചേട്ടനും മലയാള സിനിമയിൽ ഒരു മുത്തച്ഛൻ അഭിനയിച്ചിരുന്നു. അതും അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വേർപാടിൽ എന്താ പറയാനുള്ളത്? ഇപ്പൊ വേർപാടെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഇനി ഒരു ആർട്ടിസ്റ്റിനെ തിരിച്ചു കിട്ടത്തില്ല. എന്തായാലും നല്ലൊരു മൂവി. എല്ലാവിധ ആശംസ. ഒരു കഥ പറയാൻ നേരം കേട്ടോ.
എല്ലാവരും എനിക്ക് അവസരം തന്നെയാണ്. ശരി, പേര് എന്ന് പറ. എൻ്റെ പേര് കലേഷ്. ഞാൻ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആണ്. എനിക്ക് ഇത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അതെ, ഞാൻ എസ്റ്റേറ്റ് മാനേജറായിട്ട് റോളാണ് ചെയ്തത്. തീർച്ചയായിട്ടും താടി എന്തൊക്കെ ഉണ്ടായിരുന്നു? തൃപ്തികരമായിട്ട് എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് നന്ദി ഇതിൻ്റെ പ്രൊഡ്യൂസറോടും ഇതിൻ്റെ ഡയറക്ടറോടും ഉണ്ട്, ഇതിൻ്റെ എല്ലാ ക്രൂവിനോടും തീർച്ചയായിട്ടും നന്ദി. ഈ പടം നന്നായി വിജയിക്കും, അവാർഡ് കിട്ടും എന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ഓക്കെ, ഓക്കെ.